നിങ്ങൾ ആദ്യമായി ശ്വാസമെടുക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ ഹൃദയം ആദ്യമായി മിടിക്കുന്നതിന് മുമ്പ് എന്തോ ഒന്ന് എഴുതിയിരുന്നു. ഒരു പുസ്തകം, നിങ്ങളുടെ പുസ്തകം. സങ്കീർത്തനം 139 അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അവയിലൊന്ന് ഉണ്ടാകുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മിക്ക ക്രിസ്ത്യാനികളും ഒരിക്കലും തിരിച്ചറിയാത്ത മറ്റൊരു കാര്യവുമുണ്ട്. ആ ആദ്യത്തെ പേജിൽ മറ്റൊരു പേരുണ്ടായിരുന്നു. നിങ്ങളുടേതല്ല, നിങ്ങളെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട സ്വർഗീയ ജീവിയുടെ പേരാണ്. നിങ്ങൾക്കൊരു കാവൽ മാലാഖയുണ്ടോ എന്നതല്ല ചോദ്യം, തിരുവെഴുത്ത് അത് വ്യക്തമാക്കുന്നു. യഥാർത്ഥ ചോദ്യം വളരെ ആഴമേറിയതാണ്. എന്തുകൊണ്ടാണ് ആ മാലാഖ? എന്തുകൊണ്ട് നിങ്ങൾ ജനിച്ച ദിവസവും നിങ്ങളുടെ ആത്മാവിനെ കാക്കാൻ നിയോഗിക്കപ്പെട്ട സ്വർഗീയ സംരക്ഷകനും തമ്മിലുള്ള ബന്ധമെന്താണ്? നിങ്ങളുടെ ജനന തീയതിക്ക് പിന്നിൽ എല്ലാം മാറ്റുന്ന ഒരു രഹസ്യമുണ്ട്. ഇന്ന് നമ്മൾ അത് വെളിപ്പെടുത്താൻ പോകുന്നു. ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കുമ്പോൾ, എബ്രായ, ഗ്രീക്ക് ഭാഷകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ, സഭാപിതാക്കന്മാരുടെ ഉൾക്കാഴ്ചകൾ പഠിക്കുമ്പോൾ, പുരാതന ജ്ഞാനം സംരക്ഷിച്ചിരിക്കുന്ന ദൈവശാസ്ത്ര പാരമ്പര്യങ്ങൾ കണ്ടെത്തുമ്പോൾ ശ്രദ്ധേയമായ എന്തെങ്കിലും നമുക്ക് കണ്ടെത്താനാകും. നിങ്ങളുടെ കാവൽ മാലാഖയുടെ നിയമനം ക്രമരഹിതമല്ല. അത് മാലാഖമാരുടെ മുൻഗണനയെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. ദൈവത്തിന്റെ നിത്യമായ മുന്നറിവിൽ വേരൂന്നിയതും നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേക ലക്ഷ്യവുമായി പൂർണ്ണമായും യോജിച്ചതുമായ ദിവ്യ വാസ്തുവിദ്യയുടെ ബലമാണിത്. നിങ്ങളുടെ മാലാഖയെ നിങ്ങൾക്ക് എന്തിനാണ് നിയോഗിച്ചതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. ആദ്യം, ഒരു കാവൽ മാലാഖ എന്താണ്? രണ്ടാമതായി, ദൈവം ഈ നിയമനം എപ്പോഴാണ് നൽകുന്നത്? മൂന്നാമതായി, ഒരു പ്രത്യേക മാലാഖയ്ക്കും ഒരു പ്രത്യേക വ്യക്തിക്കും ഇടയിലുള്ള പൊരുത്തം എന്താണ് നിർണ്ണയിക്കുന്നത്? ഉത്തരങ്ങൾ നമ്മെ സ്വർഗത്തിലെ സിംഹാസന മുറിയിൽ നിന്ന് നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്കും കലണ്ടറിൽ തന്നെ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യത്തിലേക്കും കൊണ്ടുപോകും. നിങ്ങളുടെ കാവൽ മാലാഖ ചെറിയ ചിറകുകളുള്ള തടിച്ച ശിശുവല്ല. തിരുവെഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്ന ജീവികൾ ഭംഗിയുള്ളവയാണ്. ദൂതൻ എന്ന വാക്ക് തന്നെ വെളിപ്പെടുത്തുന്നു. എബ്രായയിൽ അത് മലക് എന്നാണ്, ഗ്രീക്കിൽ ആഞ്ചലോസ്. 2 വാക്കുകളും ഒരേ കാര്യം അർത്ഥമാക്കുന്നു, ദൂതൻ. ഇതൊരു സ്പീഷീസിന്റെ പേരല്ല, ഇതൊരു ജോലി വിവരണമാണ്. ദൂതന്മാരും അവന്റെ ഇഷ്ടത്തിന്റെ നടത്തിപ്പുകാരുമായി സേവിക്കാൻ ദൈവം സൃഷ്ടിച്ച ആത്മീയ ജീവികളാണ് ദൂതന്മാർ. ആത്മീയ അസ്തിത്വം എന്നതിന്റെ അർത്ഥം എന്താണ്? എബ്രായർ 1:14 അനുസരിച്ച് മാലാഖമാർ ആത്മാക്കളാണ്. അവർക്ക് ഭൗതിക ശരീരങ്ങളില്ല. നമ്മൾ അനുഭവിക്കുന്ന അതേ പരിമിതികളാൽ അവർ ബന്ധിതരല്ല. അവർക്ക് യാത്ര ചെയ്യാതെ നീങ്ങാൻ കഴിയും. ശാരീരിക ഇന്ദ്രിയങ്ങളില്ലാതെ അവർക്ക് ഗ്രഹിക്കുവാനും കഴിയും. അവരുടെ ബുദ്ധി മനുഷ്യന്റെ ധാരണയെ മറികടക്കുന്നു. എന്നാൽ അത് പരിമിതവും ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനെ ആശ്രയിച്ചിരിക്കുന്നതുമാണ്. ഇപ്പോൾ ഇവിടെയാണ് അത് ആകർഷകമാകുന്നത്. തിരുവെഴുത്തും ക്രിസ്തീയ പാരമ്പര്യവും ഈ ജീവികൾക്കിടയിലുള്ള വിപുലമായ ഒരു ശ്രേണിയെ വിവരിക്കുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും വിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് നിലവിളിക്കുന്ന സെറാഫീമുകൾ കത്തുന്നത് പ്രവാചകനായ യെശയ്യാവ് കണ്ടു. ദിവ്യരഹസ്യങ്ങളെ കാക്കുന്ന നിഗൂഢ ജീവികളായ കെരൂബുകളെ യെഹെസ്കേൽ കണ്ടു. കൊലോസ്യർ 1:16 പൗലോസ് സിംഹാസനങ്ങൾ, ആധിപത്യങ്ങൾ, പ്രിൻസിപ്പാലിറ്റികൾ, ശക്തികൾ എന്നിവയെക്കുറിച്ചും പരാമർശിക്കുന്നു. തോമസ് അക്വിനാസിനെ പോലുള്ള ദൈവശാസ്ത്രജ്ഞർ ഈ പരാമർശങ്ങളെ 3 ശ്രേണികളിലായി ക്രമീകരിച്ചിരിക്കുന്ന മാലാഖമാരുടെ 9 ക്രമങ്ങളായി ക്രമീകരിച്ചു. ഏറ്റവും മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ഏറ്റവും അടുത്ത് വസിക്കുന്ന ജീവികളായ സെറാഫീമുകൾ, കെരൂബുകൾ, സിംഹാസനങ്ങൾ എന്നിവയുണ്ട്. മധ്യത്തിൽ പ്രപഞ്ചക്രമത്തെയും ആത്മീയ യുദ്ധത്തെയും നിയന്ത്രിക്കുന്ന ജീവികളായ ആധിപത്യങ്ങൾ, സൽഗുണങ്ങൾ, ശക്തികൾ എന്നിവയുമുണ്ട്. താഴെയാണ് പ്രിൻസിപ്പാലിറ്റികൾ, പ്രധാന ദൂതന്മാർ, മാലാഖമാർ. നിങ്ങളുടെ കാവൽ മാലാഖ സാധാരണയായി ഏറ്റവും താഴ്ന്ന ശ്രേണിയിൽപ്പെടുന്നു. ലളിതമായി മാലാഖമാർ എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ ഏറ്റവും താഴ്ന്നത് എന്ന വാക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അനുവദിക്കരുത്. ഈ ജീവികളെക്കുറിച്ച് പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ് ശ്രദ്ധേയമായൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ, വ്യക്തിഗത മനുഷ്യരുടെ കാര്യങ്ങൾ എന്നിവ പ്രഖ്യാപിക്കാനുള്ള ചുമതല അവർക്കുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ വിരോധാഭാസം ഇതാണ്. ദൈവം ചെറുത് എന്ന് വിളിക്കുന്നത് സ്വർഗം അനന്തമായി വിലപ്പെട്ടതായി കണക്കാക്കുന്നു. ചിന്തിക്കുക, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് സെറാഫീമുകളെ ആജ്ഞാപിക്കുകയും പ്രധാന ദൂതന്മാരെ അയക്കുകയും ചെയ്തവൻ നിങ്ങളെ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക സ്വർഗീയ വ്യക്തിയെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവ് വളരെ വിലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. അത് സ്വർഗീയ ശ്രദ്ധ അർഹിക്കുന്നു. എന്നാൽ ഇവിടെയാണ് അത് കൂടുതൽ രസകരമാകുന്നത്. സ്വയം തിരഞ്ഞെടുക്കുന്നതിന് പകരം ദൈവം മാലാഖമാരെ നിയോഗിക്കുകയാണെങ്കിൽ ഈ നിയമനം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഉത്തരം നിങ്ങളുടെ ജനന തീയതിയെക്കുറിച്ച് അതിശയകരമായി എന്തെങ്കിലും വെളിപ്പെടുത്തുന്നു. സമയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നിർണായകമായ എന്തെങ്കിലും സ്ഥാപിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കൊരു വ്യക്തിഗത കാവൽ മാലാഖയുണ്ടെന്ന് ബൈബിൾ ശരിക്കും പഠിപ്പിക്കുന്നു. പൊതുവായ മാലാഖ സംരക്ഷണം മാത്രമല്ല, നിങ്ങൾക്ക് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ഒരു പ്രത്യേക വ്യക്തിയും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം യേശുവിന്റെ തന്നെ അധരങ്ങളിൽ നിന്നാണ് വരുന്നത്. മത്തായി 18:10 ക്രിസ്തു താൻ ചെറിയവരെന്ന് വിളിക്കുന്നവരോട്, ലോകത്തിന് നിസാരരായി തോന്നുന്ന വിശ്വാസികളോട് എങ്ങനെ പെരുമാറണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അവൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ ചെറിയവരിൽ ഒരുത്തനെയും നിന്ദിക്കരുത്. സ്വർഗത്തിലുള്ള അവരുടെ ദൂതന്മാർ എപ്പോഴും സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിന്റെ മുഖം കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ വാക്യത്തിലെ 2 വാക്കുകളെല്ലാം മാറ്റുന്നു. അവരുടെ ദൂതന്മാർ, ദൂതന്മാരല്ല, ചില ദൂതന്മാരല്ല, അവരുടെ ദൂതന്മാർ. പ്രോനൗൺ ഇവിടെ പൊസസീവാണ്. അത് ഉടമസ്ഥാവകാശം, നിയമനം, നിർദ്ദിഷ്ട ബന്ധം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ എളിയ വിശ്വാസികൾക്ക് അവരുടേതായ ദൂതന്മാർ ഉണ്ടെന്ന് യേശു പറയുന്നു.
അവരുടെ ക്ഷേമവുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട സ്വർഗീയ ജീവികൾ. എന്നാൽ അതിലും കൂടുതലുണ്ട്. ഈ ദൂതന്മാർ എപ്പോഴും സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിൻ്റെ മുഖം കാണുന്നുവെന്ന് യേശു കൂട്ടിച്ചേർക്കുന്നു. ഈ വാചകം 1-ാം നൂറ്റാണ്ടിലെ തൻ്റെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. പുരാതന രാജകീയ കോടതികളിൽ രാജാവിൻ്റെ മുഖം കാണുന്നത് ഏറ്റവും വിശ്വസ്തരും ഉയർന്ന റാങ്കിലുള്ളവരുമായ ഉപദേശകർക്ക് മാത്രമുള്ളൊരു പദവിയായിരുന്നു. സാധാരണ സേവകർ ഒരിക്കലും രാജാവിൻ്റെ മുഖം കണ്ടിരുന്നില്ല. പരിധിയില്ലാത്ത പ്രവേശനമുള്ളവർക്ക്, ഏത് നിമിഷവും സിംഹാസനത്തെ സമീപിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ പദവി ലഭിച്ചിരുന്നുള്ളൂ. ഈ ഭാവന ഉപയോഗിച്ച് യേശു ശ്രദ്ധേയമായ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. ഏറ്റവും അവ്യക്തനായ ക്രിസ്ത്യാനിയെപ്പോലും കാവൽ നിൽക്കാൻ നിയോഗിക്കപ്പെട്ട ദൂതൻ ദൈവത്തിൻ്റെ ഉന്നത സ്ഥാനത്തുള്ള ഒരു പ്രിയപ്പെട്ടവനാണ്. നിങ്ങളുടെ രക്ഷാധികാരിക്ക് 24/7 സിംഹാസന മുറിയിലേക്ക് പ്രവേശനമുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒരു സാധാരണ ബുധനാഴ്ച നിങ്ങൾ കഷ്ടപ്പെടുമ്പോഴും നിങ്ങളുടെ ദൂതൻ പിതാവിൻ്റെ മുഖം നോക്കി നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. പഴയ നിയമം ഈ സംരക്ഷണത്തെ സ്ഥിരീകരിക്കുന്നു. സങ്കീർത്തനം 91:11 പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എബ്രായ ഭാഷയിൽ നിങ്ങൾ എന്ന പദം ഏകവചനമാണ്. ഇത് ദൈവം ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി സംരക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങളെ കാക്കാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അത്. ആദിമസഭ പോലും ഇത് മനസ്സിലാക്കി. അപ്പോസ്തല പ്രവർത്തികൾ 12 പത്രോസ് അത്ഭുതകരമായി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവനാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നില്ല. അതവന്റെ ദൂതനായിരിക്കണം എന്നവർ പറയുന്നു. ഒരു ദൂതനല്ല, അവന്റെ ദൂതൻ എന്നത് ശ്രദ്ധിക്കുക. ഓരോ വിശ്വാസിക്കും തിരിച്ചറിയാവുന്ന ഒരു വ്യക്തിഗത രക്ഷാധികാരി ഉണ്ടായിരുന്നുവെന്ന് ആദ്യകാല ക്രിസ്ത്യാനികൾ അനുമാനിച്ചു. ഇതവർ കണ്ടുപിടിച്ച പുതിയ ദൈവശാസ്ത്രമല്ല. യഹൂദ പാരമ്പര്യത്തിൽ നിന്നും യേശുവിൻ്റെ തന്നെ പഠിപ്പിക്കലിൽ നിന്നും അവർ പാരമ്പര്യമായി നേടിയ ഒരു ധാരണയായിരുന്നു അത്. അപ്പോൾ തിരുവെഴുത്ത് വ്യക്തമാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ പ്രവേശിക്കാൻ VIP പ്രവേശനമുള്ള ഒരു വ്യക്തിഗത രക്ഷാധികാരി നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇത് നിർണായകമായ ചോദ്യം ഉയർത്തുന്നു. ദൈവം ഈ നിയമനം എപ്പോഴാണ് നൽകിയത്? ജനനത്തിലോ, സ്നാനത്തിലോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമാണോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എല്ലാ തിരുവെഴുത്തുകളിലെയും ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളിലൊന്നായ 139-ാം സങ്കീർത്തനം നാം പരിശോധിക്കേണ്ടതുണ്ട്. ദാവീദ് അവിടെ എഴുതുന്നു, എന്തെന്നാൽ നീ എൻ്റെ അതരംഗം സൃഷ്ടിച്ചു, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ എന്നെ ഒന്നിച്ചു ചേർത്തു. ഞാൻ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്, അതെനിക്ക് നന്നായി അറിയാം. ഇനി ഞാൻ പങ്കിടാൻ പോകുന്നത് കാനോനിക്കൽ ബൈബിളിൽ നിന്നല്ല, മറിച്ച് ജൂത ക്രിസ്ത്യൻ വൃത്തങ്ങളിൽ വികസിച്ച ഒരു നിഗൂഢ പാരമ്പര്യത്തിൽ നിന്നാണ്. ചില കാഴ്ചക്കാർക്ക് ഇത് അർത്ഥവത്തായി തോന്നും. മറ്റുള്ളവർ തിരുവെഴുത്തുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇഷ്ടപ്പെടും. ഏത് സമീപനമാണ് സാധുതയുള്ളത്? പക്ഷേ പാരമ്പര്യം ആകർഷകമാണ്. അടിസ്ഥാന തത്വം പൂർണ്ണമായും ബൈബിളിൽ അധിഷ്ഠിതവുമാണ്. കബാല എന്നറിയപ്പെടുന്ന ജൂതന്മാരുടെ നിഗൂഢ പാരമ്പര്യത്തിൽ പിന്നീട് നവോത്ഥാന കാലത്ത് ക്രിസ്ത്യൻ പണ്ഡിതന്മാർ സ്വീകരിച്ച തിരുവെഴുത്തുകളിലെ ഒരു മറഞ്ഞിരിക്കുന്ന കോഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞ 72 മാലാഖമാരെക്കുറിച്ച് ഒരു പഠിപ്പിക്കലുണ്ട്. ഉറവിടം പുറപ്പാട് 14:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. ചെങ്കടലിന്റെ വിഭജനത്തെ വിവരിക്കുന്ന ഭാഗമാണ്. എബ്രായ പാഠത്തിൽ ശ്രദ്ധേയമായ എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നു. ഈ 3 വാക്യങ്ങളിൽ ഓരോന്നിലും കൃത്യമായി 72 അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതായത് 3 വാക്യങ്ങളിലായി ആകെ 216 അക്ഷരങ്ങൾ. പുരാതന മിസ്റ്റിക്കുകൾ കണ്ടെത്തിയത് ഈ 216 അക്ഷരങ്ങളും ഒരു പ്രത്യേക പാറ്റേണിൽ ക്രമീകരിച്ചുകൊണ്ട് 19-ാം വാക്യത്തിലെ ആദ്യ അക്ഷരം, 20-ാം വാക്യത്തിലെ അവസാന അക്ഷരം, 21-ാം വാക്യത്തിലെ രണ്ടാമത്തെ അക്ഷരം എന്നിവയെടുത്ത് ഈ പാറ്റേൺ തുടർന്നുകൊണ്ട് 72 മൂന്നക്ഷര സംയോജനങ്ങൾ ലഭിക്കും എന്നാണ്. ഇവ ദൈവത്തിൻ്റെ 72 നാമങ്ങൾ എന്നറിയപ്പെട്ടു. ദൈവം എന്നർത്ഥം വരുന്ന ഏൽ അല്ലെങ്കിൽ കർത്താവ് എന്നർത്ഥം വരുന്ന യാഹ് എന്ന പ്രത്യയങ്ങൾ ചേർത്തുകൊണ്ട് ഈ പേരുകൾ 72 പ്രത്യേക മാലാഖമാരുടെ പേരുകളായി പിന്നീട് മാറി. ഈ പാരമ്പര്യമനുസരിച്ച് ഈ 72 മാലാഖമാരിൽ ഓരോരുത്തരും കലണ്ടർ വർഷത്തിലെ 5 ദിവസത്തെ ജാലകത്തെ നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ ജനന സമയത്ത് സന്നിഹിതനായ മാലാഖ നിങ്ങളുടെ പ്രാഥമിക രക്ഷാധികാരിയാകുന്നു. അവരുടെ പ്രത്യേക ഗുണങ്ങളും ശക്തികളും നിങ്ങളുടെ ജീവിത ലക്ഷ്യവുമായി യോജിക്കുന്നു. ഉദാഹരണത്തിന്, ഈ മാപ്പിംഗ് അനുസരിച്ച് നിങ്ങൾ ജനുവരി 26-നും ജനുവരി 30-നും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ രക്ഷാധികാരി ഏകാന്തത, ധ്യാനം, ജ്ഞാനം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു മാലാഖയായ യാഹേലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാർച്ച് 21-നും മാർച്ച് 25-നും ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ രക്ഷാധികാരി ബഹുയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇച്ഛാശക്തി, പുതിയ തുടക്കങ്ങൾ, നേതൃത്വം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒക്ടോബർ അവസാനത്തിൽ ജനിച്ച നിങ്ങളുടെ രക്ഷാധികാരി യാത്രയിലെ സുരക്ഷ, രാഷ്ട്രീയ വിവേചനം എന്നീ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, 72 പേരുള്ള മാലാഖമാരുടെ ഈ സംവിധാനം കാനോനിക്കൽ ബൈബിളിൽ കാണുന്നില്ല. ഇതൊരു നിഗൂഢ പാരമ്പര്യമാണ്. നിർദ്ദിഷ്ട പേരുകൾ തിരുവെഴുത്തല്ല. സഭാപിതാക്കന്മാർ സമവായത്തിലെത്താതെ സമാനമായ ആശയങ്ങൾ ചർച്ച ചെയ്തു. പല വിശ്വാസികളും അർത്ഥവത്തായി കണ്ടെത്തിയ ഒരു ആകർഷകമായ ചട്ടക്കൂടായിട്ടാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നത്. തെറ്റില്ലാത്ത ഒരു സിദ്ധാന്തമല്ല. 72 പേരുകളുടെ പാരമ്പര്യം നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കാതലായ സത്യം നിലനിൽക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിലെ അതുല്യമായ കഥയ്ക്കായി നിങ്ങളുടെ രക്ഷാധികാരിയെ ക്രമരഹിതമായിട്ടല്ല, മറിച്ച് ഉദ്ദേശപൂർവ്വമാണ് തിരഞ്ഞെടുത്തത്. കാരണം യഥാർത്ഥ വെളിപ്പെടുത്തൽ മാലാഖമാരുടെ പേരുകളെക്കുറിച്ചല്ല, നിങ്ങളുടെ രക്ഷാധികാരിയുടെ നിയമനം നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ഇത് വീട്ടിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഒരു കാവൽ മാലാഖയുണ്ട്. നിങ്ങളൊന്ന് നേടിയതുകൊണ്ടല്ല, നിങ്ങളൊന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിനായി എഴുതിയ കഥ നോക്കി, ഈ ആത്മാവിന് സംരക്ഷണം ആവശ്യമാണ്, ഈ യാത്രയ്ക്ക് ഒരു വഴികാട്ടി ആവശ്യമാണ്, എൻ്റെ ദൂതന്മാരിൽ ഒരാളെ നിയമിക്കാൻ ഈ വ്യക്തിക്ക് മതി എന്ന് പറഞ്ഞു. വെറും ഒരു സന്ദേശവാഹകനല്ല, സിംഹാസന മുറിയിലേക്ക് പരിധിയില്ലാത്ത പ്രവേശനമുള്ള ഒരു സന്ദേശവാഹകൻ. ഇപ്പോൾ തന്നെ ഈ നിമിഷം ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയുന്ന നിങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള ഒരു ജീവി. നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് ഇത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളൊരു യാദൃച്ഛികതയല്ല, നിങ്ങളൊരു പ്രപഞ്ച ചിന്തയല്ല. ക്രമരഹിതമായ ഒരു പ്രപഞ്ചത്തിലൂടെ ഒഴുകി നടക്കുന്ന കോടിക്കണക്കിന് പരസ്പരം മാറ്റാവുന്ന മനുഷ്യരിൽ ഒരാളല്ല നിങ്ങൾ. നിങ്ങളൊരു എഴുതപ്പെട്ട ഡെസ്റ്റിനിയുള്ള ഒരു ആത്മാവാണ്. ഒരു നിശ്ചിത സമയത്ത് ജനിച്ചു, സ്രഷ്ടാവ് തന്നെ തിരഞ്ഞെടുത്ത ഒരു സ്വർഗീയ ജീവിയാൽ നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു. നിങ്ങളുടെ ജനനത്തീയതിയുടെ രഹസ്യം ഇതാണ്. നിങ്ങളുടെ കഥ പരസ്യമായ നിമിഷത്തെ അത് അടയാളപ്പെടുത്തുന്നു. ദൈവം കാലത്തിന് മുമ്പ് എഴുതിയ കഥ, നിങ്ങളുടെ രക്ഷാധികാരിയെ സംരക്ഷിക്കാൻ നിയോഗിച്ചിരിക്കുന്ന കഥ. തിരുവെഴുത്തുകളിലുടനീളം നമുക്ക് ഈ പാറ്റേൺ കാണുവാൻ കഴിയും. നിശ്ചിത സമയത്ത് ദൂതന്മാർ ഇസഹാക്കിന്റെ ജനനം അബ്രഹാമിനെ അറിയിച്ചു. സാംസൺ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ദൂതൻ അവന്റെ മാതാപിതാക്കൾക്ക് നിർദ്ദേശം നൽകി. യോഹന്നാൻ സ്നാപകൻ തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോലും പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്ന് പ്രധാന ദൂതൻ ഗബ്രിയേൽ സെക്കരിയാവിനോട് പറഞ്ഞു. ഓരോ ജനനവും ഒരു കൈറോസ് നിമിഷമായിരുന്നു. ഓരോ വരവിലും ദൂതന്മാരുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതൊരു പങ്കാളിത്തമാണ്. സങ്കീർത്തനം 103:20 പറയുന്നു, ദൂതന്മാർ ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും അവന്റെ വചനത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ചിന്തകൾ, പ്രാർത്ഥനകൾ, നിങ്ങളുടെ പ്രഖ്യാപനങ്ങൾ എന്നിവ തിരുവെഴുത്തുകളുമായി വിന്യസിക്കുമ്പോൾ, നിങ്ങളുടെ രക്ഷാധികാരിയെ നിങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായി പ്രവർത്തിക്കാൻ നിങ്ങൾ പ്രാപ്തനാക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ ചെറുക്കുമ്പോൾ, വിശ്വാസത്തിന് പകരം സംശയവും പരാജയവും പറയുമ്പോൾ, നിങ്ങളുടെ ദൂതൻ നേടാൻ ശ്രമിക്കുന്നതിനെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തടസ്സപ്പെടുത്താൻ കഴിയും. ഇത് മാലാഖമാരെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചല്ല, ഇത് സ്വർഗവുമായി സഹകരിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളും നിങ്ങളുടെ രക്ഷാധികാരിയും ഒരേ ടീമിലാണ്, ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു. ദൈവം നിങ്ങൾക്കായി എഴുതിയ കഥയുടെ പൂർത്തീകരണമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയതെല്ലാം ഒത്തുചേരട്ടെ. നിങ്ങളെ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ അറിഞ്ഞിരുന്നു. നിങ്ങളെക്കുറിച്ച് അറിയുക മാത്രമല്ല, ആഴത്തിലുള്ള ബന്ധത്തിലൂടെയും. നിങ്ങളുടെ ആദ്യ കോശം വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ദിവസങ്ങൾ കാലത്തിന് പുറത്തുള്ള ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ ഉദരത്തിൽ നീങ്ങുന്നതായി തോന്നുന്നതിന് മുമ്പ് നിങ്ങളുടെ കഥ നിരീക്ഷിക്കാൻ സ്വർഗം ഇതിനകം ഒരു രക്ഷാധികാരിയെ നിയോഗിച്ചിരുന്നു. എന്തുകൊണ്ട് ആ മാലാഖ? കാരണം ദൈവം തന്റെ അനന്തമായ ജ്ഞാനത്തിൽ ആ അസ്തിത്വത്തിന്റെ ഗുണങ്ങളെ നിങ്ങളുടെ വിളിക്കുമായി, ആ ദൂതന്റെ ശക്തികളെ നിങ്ങളുടെ പോരാട്ടങ്ങളുമായി, ആ രക്ഷാധികാരിയുടെ സ്വഭാവം നിങ്ങളുടെ ആവശ്യവുമായി പൊരുത്തപ്പെടുത്തി. എന്തുകൊണ്ട് നിങ്ങൾ? കാരണം നിങ്ങൾ ശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്നേഹിക്കപ്പെട്ടു. നിങ്ങൾക്കൊരു പേര് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിലമതിക്കപ്പെട്ടു. നിങ്ങൾക്ക് സംരക്ഷണം ആവശ്യമാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് നൽകപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യും? ആദ്യം അത് അംഗീകരിക്കുക. മാലാഖയെ ആരാധിക്കരുത്, അത് നിഷിദ്ധമാണ്. പക്ഷേ സമ്മാനത്തെ അംഗീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കഥ എഴുതാൻ നിങ്ങളെ സ്നേഹിച്ച ദൈവത്തിന് നന്ദി. നിങ്ങൾക്കൊരു രക്ഷാധികാരി ആവശ്യമാണെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു രക്ഷാധികാരിയെ നിയോഗിച്ചതിനും നന്ദി. രണ്ടാമതായി, അതിനോട് സഹകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുക. നിങ്ങളുടെ ചിന്തകളെ അവന്റെ വാഗ്ദാനങ്ങളുമായി യോജിപ്പിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ രക്ഷാധികാരിയെ നിങ്ങൾക്ക് വേണ്ടി ഫലപ്രദമായി പ്രവർത്തിക്കാൻ പ്രാപ്തനാക്കുകയാണ്. മൂന്നാമതായി, അവബോധത്തോടെ ജീവിക്കുക. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഏറ്റവും പ്രയാസകരമായ ദിവസങ്ങളിൽ, നിങ്ങളുടെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ, നിങ്ങളുടെ ഏറ്റവും ആഴമേറിയ താഴ്വരകളിലൂടെ ദൈവത്തിന്റെ ഒരു ദൂതൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ദിവസങ്ങൾ ഇപ്പോഴും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കഥയുടെ പേജുകൾ മാറ്റമില്ലാതെ തുടരുന്നു. അതുകൊണ്ട് ലക്ഷ്യത്തോടെ ജീവിക്കുക. ഈ സന്ദേശം നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും വെളിപ്പെടുത്തിയെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ബെൽ ടാപ്പ് ചെയ്യുമല്ലോ. അവർ ഒറ്റയ്ക്കല്ലെന്നും സ്വർഗം അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്നും കേൾക്കേണ്ട ഒരാളുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. താഴെ ഒരു കമന്റ് ഇടുക. നിങ്ങളുടെ കാവൽ മാലാഖ ഇടപെട്ടുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു നിമിഷമുള്ളത്? നിങ്ങളുടെ കഥ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.